ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയാമണിയുടെ നാവിൽ നിന്നും ആ ഒരു സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവിടെ മാഷ്. അപ്പോൾ മാഷ് പറയുകയാണ്, ഉറപ്പായിട്ടും മഹേഷ് തിരിച്ച് ഉയർത്തെണീറ്റ് വരും, അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറും, അവൻ ഭയങ്കര ശക്തിയോടെ ആയിരിക്കും തിരിച്ചു വരാനായിട്ട് പോകുന്നത്. കേട്ടോ, കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മാഷ് എന്താർത്ഥത്തിലായി പറയുന്നത്? തിരിച്ചു വരും പോലും ഒരു കൈകാലം അനക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെ അവനാണ് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. എൻ്റെ മോളുടെ ജീവിതം താറുമാറായി പോകും മാഷേ, അതുകൊണ്ട് ഞാൻ ഇതിൽ സമ്മതിക്കില്ല. ഈ പ്രിയാമണി ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇവിടെ പോകാനായിട്ട് പോകുന്നത്. എൻ്റെ മോളെ അങ്ങനെ വെറുതെ അവളുടെ ജീവിതം പാഴാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഭയങ്കര ഒരു മനുഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. മാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പ്രിയാമണി ഇങ്ങനെ പറയുന്നു, പ്രിയാമണി പറയുന്നതിലും കാര്യമുണ്ട്. തൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിശേഷം പോലും ഇല്ല. അപ്പോൾ ഒരവസ്ഥയിൽ ഒരമ്മയ്ക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുള്ളൂ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹേഷും അതേപോലെ തന്നെ ചിപ്പിയും നമ്മുടെ ഈഷിതയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിപ്പി പറയണ, എന്നോട് പോകാൻ പറയുന്നുണ്ട് ഡാഡി, എനിക്ക് മനസ്സിലായി എന്തിനാന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒഴിവാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ പോവില്ലല്ലോ. എന്നെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പോകുന്ന, പ്രശ്നമില്ല. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ഈഷിതയാണെങ്കിലും, മോളെ ചിപ്പി നീ പോകണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദിയെയും അതേപോലെ തന്നെ രചനയാണ്. അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് നേരെ ആ വീട്ടിലേക്ക് കയറി വരികയാണ്. വാ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഈഷിതയുടെ വീട്ടിലേക്ക് കയറുകയാണ്. ഇത് ഈ സമയം തന്നെ സ്വപ്നവല്ലി വരികയാണ്. രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടാണ്? അപ്പോൾ രചനയോട് നല്ല കയർത്ത് തന്നെ സ്വപ്നവല്ലി സംസാരിക്കണം. നിനക്ക് ഈ വീട്ടിൽ വരാൻ എന്താണ് അധികാരമുള്ള രചന? നിനക്ക് നാണല്ലേ ഇങ്ങോട്ട് വരാനായിട്ട്? നീയും മഹേഷും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതാണ്. അതിനെ തുടർന്ന് നിനക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ലജ്ജയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാണം കെടുത്തുന്ന രീതിയിൽ സ്വപ്നവല്ലിയോട് സംസാരിക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. രചനയ്ക്കും അത് വല്ലാത്തൊരു നാണക്കേടായിട്ടാണ് തോന്നിയത്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യവും നീ വന്നു ഇവിടെ, ആദ്യം കൊണ്ട് നീ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ തടസ്സമൊന്നും വെച്ചില്ല. കാരണം നീ വന്ന് കണ്ടിട്ട് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ, വന്നിട്ട് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് വീണ്ടും വീണ്ടും നീ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രചന. പക്ഷേ അത് ഞാൻ സമ്മതിച്ചു തരില്ല. നീ ഞാനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഒരു ബന്ധവും ഇല്ല. ഇവിടെ ഇഷിതയുണ്ട്, മഹേഷിന്റെ ഭാര്യ. നീ ഇവിടെ വരുന്നത് ഇഷിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അവൾ ചിലപ്പോൾ അത് തുറന്നു പറഞ്ഞെന്ന് വരില്ല. അവൻ വേറൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയമാണ്. ആ സമയത്ത് നീ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരരുത് എന്നിങ്ങനെ പറയാണ്. ഒരു കാര്യം നീ ചിന്തിച്ചു നോക്ക്, നിന്റെ വീട്ടിലേക്ക് മഹേഷ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അത് നിന്റെ ഭർത്താവായ ആകാശിനെ സഹിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് മഹേഷിനെ കാണാൻ വരുന്നത്. ചിലപ്പോൾ ഇഷിതയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് വളരെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യമാണെങ്കിൽ, അയ്യോ അച്ഛമ്മേ, വേറൊന്നുമല്ല, ഞാൻ വിളിച്ചിട്ടാ അമ്മ വന്നത്. കാരണം എന്താണെന്നറിയാമോ? ചിപ്പിമോൾക്ക് ഒരു ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് പോകാമെന്ന് ഞാൻ അമ്മയോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നതാണ്. കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാം. മോനെ ആദി, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. നീയാണ് ഇവിടുത്തെ മൂത്ത കൊച്ചുമോൻ. അതിനെ തുടർന്ന് നിനക്ക് ഈ വീട്ടിൽ എല്ലാ സ്ഥാനവും ഉണ്ട്. നിന്റെ വീടാണിത്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഞങ്ങളുടെ നല്ല ബന്ധമുണ്ട് നിനക്ക്. നിന്റെ അച്ഛനാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നിന്റെ മമ്മിയില്ലേ, നിന്റെ മമ്മി നിന്നെ പ്രസവിച്ചു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങളായിട്ട് നിന്റെ മമ്മിക്ക് യാതൊരു ബന്ധവും ഇല്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇവൾക്കാണോ വകതിരിവില്ലാത്തത്? ഇവള് വന്നിരിക്കുന്നു വലിഞ്ഞു കയറി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക്, അമ്മ അങ്ങനെ പറയരുത്. കാരണം എൻ്റെ മകള് ചിപ്പി ജീവിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എൻ്റെ മകളെ കാണാനുള്ള അവകാശം എനിക്കുണ്ട്. അത് കോടതി വരെ പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് പറഞ്ഞയക്കുന്നത്? എനിക്ക് ചിപ്പിയെ കാണാനുള്ള അധികാരമില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, നിനക്ക് എപ്പോൾ മുതലാണ് ചിപ്പിയെ കാണാനുള്ള ആഗ്രഹം തുടങ്ങിയത്? മഹേഷിന് വയ്യാതായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുവാ. മഹേഷിന് ഈ ആക്സിഡൻറ്റ് പറ്റിയപ്പോഴാണോ നിനക്ക് ചിപ്പിയെ കാണാനുള്ള ആഗ്രഹം കൂടി വന്നത് രചന? ഇതിനു മുമ്പും ചിപ്പി ഇവിടെ തന്നെയാണ് താമസിച്ചത്. അപ്പോൾ നിനക്ക് ചിപ്പിയെ കാണുന്ന ആഗ്രഹം തോന്നിയില്ലല്ലോ, അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ രചനയ്ക്ക് അവിടെ ഉത്തരം മുട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ വീണ്ടും ആദ്യം പറയുകയാണ്, അച്ഛമ്മേ, ഞങ്ങളൊന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാം, ചിപ്പിയൊന്ന് കാണണം, ഈ സമ്മാനം കൊടുക്കണം, അത്രയും മാത്രമുള്ളെന്ന് പറയണം. എന്താണെന്ന് വെച്ച് ചെയ്തോ, പക്ഷേ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നയിൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ആദ്യമാണെങ്കിൽ, അമ്മേ ഇത്രയൊക്കെ നടന്നു, അമ്മേ നമുക്കന്ന് വീട്ടിലേക്ക് പോയാലോ? എന്തിന്? നിന്റെ അച്ഛമ്മ തന്നെ പറഞ്ഞു കേട്ടില്ലേ, നീയാണ് ഇവിടുത്തെ മൂത്ത കുട്ടി. നിനക്ക് ഈ വീട്ടിൽ എല്ലാ സ്ഥാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ആരെയും പേടിച്ചിട്ട് ഓടിപ്പോകേണ്ട യാതൊരു കാര്യമില്ല ആദി.
നീ നിന്റെ അനിയത്തിയെയും അച്ഛനെയും കാണാൻ വേണ്ടി വന്നതാണ്. അവരെ കണ്ടിട്ട് നീ പോയാൽ മതി, അതിൽ യാതൊരു തടസ്സമില്ല. എങ്കിൽ വാ മമ്മി, നമുക്ക് ഈ ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ ചിപ്പിക്ക് കൊടുത്തിട്ട് നമുക്ക് പോകാം മമ്മി. നീ പേടിക്കാതിരിക്കും മോനെ. നീ നിന്റെ ഡാഡിയെ കാണാൻ വേണ്ടി പോകല്ലേ, നീ മുന്നിൽ നടക്ക്. അതെ, മമ്മി പിന്നിൽ നടന്നോളാം, നിനക്കാണ് എല്ലാ സ്ഥാനവും ഉള്ളത്. അങ്ങനെ നമ്മുടെ ആദ്യ നേരെ മുന്നിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഡാഡിയുടെ റൂം എത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇഷിത ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ഞെട്ടി വരച്ചൊരവസ്ഥയിലായിപ്പോയി. കൂടുതലും രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് അത് ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയത്. അപ്പോൾ നമ്മുടെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആണെങ്കിൽ ആദ്യമോനോ വാമോനെ കയറി വാമോനെ എന്ന് പറയുകയാണ്. രണ്ടുപേരും ഉണ്ടല്ലോ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? അത് പിന്നെ ഡാഡി ദേ ചിപ്പിമോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് അറിഞ്ഞല്ലോ, അതുകൊണ്ട് ചിപ്പിമോൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആണെങ്കിൽ അടിപൊളിയാണല്ലോ ചിപ്പിമോളെ, ഇനി എന്ത് വേണം, സന്തോഷമായില്ലേ? അങ്ങനെ രചന ചിപ്പിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളെ മിടിക്കുകയാണ് കേട്ടോ, ക്ലാസ്സിൽ ടോപ്പായല്ലേ, നീ മിടിമിടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ തലോടി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ രചനയുടെ കൈ തട്ടിത്തെറിപ്പിച്ചിട്ട് നേരെ മുന്നോട്ട് മാറി നിൽക്കുക, മോന്തെ വെറുപ്പിച്ചിട്ട്. ഇഷിതയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇച്ചിരി സന്തോഷമൊക്കെ തോന്നി. പക്ഷേ രചനയ്ക്ക് അത് വല്ലാത്തൊരു ദുഃഖവും തോന്നി. അപ്പോൾ നമ്മുടെ രചനയാണെങ്കിൽ അതെ, ഞങ്ങളിവിടെ വന്നത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ. ആദ്യം എന്നോട് പറഞ്ഞായിരുന്നു ചിപ്പിമോൾക്കാണ് ക്ലാസ്സിലെ ടോപ്പെന്ന്, അതുകൊണ്ട് ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റായിട്ടാണ് വന്നത്. എങ്കിൽ പിന്നെ ഗിഫ്റ്റ് കൊടുത്തോ? അപ്പോൾ രചന ഇങ്ങനെ മനസ്സിന്തിക്കണം, വേണ്ട, ഞാൻ ഗിഫ്റ്റ് കൊടുക്കണില്ല. ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിപ്പിമോൾ മേടിച്ചെന്ന് വരില്ല, അതുകൊണ്ട് ആദ്യം കൊണ്ട് തന്നെ കൊടുക്കാം. മോനെ ആദ്യം ചിപ്പിമോൾക്ക് ഗിഫ്റ്റ് കൊടുക്ക്, നീ കൊടുക്കുന്നതായിരിക്കും ചിപ്പിമോൾക്ക് ഇഷ്ടം. ഞാൻ കൊടുത്താലൊന്നും ചിപ്പിമോൾ മേടിക്കില്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ കൊടുക്ക് എന്നിങ്ങനെ ആദിയോട് പറയുക. അങ്ങനെ ആദി ചിപ്പിക്ക് നേരെ ആ ഗിഫ്റ്റ് അങ്ങോട്ട് നീട്ടുകയാണ്. അതെ ചിപ്പിമോളെ, ഈ ഗിഫ്റ്റ് മേടിക്ക് ചിപ്പിമോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ചിപ്പിമോളൊന്നും മിണ്ടാതെ മോന്തേ മേറിപ്പിച്ചിങ്ങനെ നിൽക്കുക. പക്ഷേ ഇഷിതയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊക്കെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. ചിപ്പിമോളെ മേടിക്ക്, ഞാനല്ലേ തരുന്നത്, എന്തിനാ ചിപ്പിമോളെ, മേടിക്ക് ചിപ്പിമോളെ, ഞങ്ങൾ ഏതായാലും ഈ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു പോയില്ലേ, അതുകൊണ്ടല്ലേ പറയുന്നത്, ഒന്നും മേടിക്ക് ചിപ്പിമോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ആ ഗിഫ്റ്റ് മേടിക്കുകയാണ്. അപ്പോൾ മഹേഷിന് അത് സന്തോഷം തോന്നി. കണ്ടോ, നിങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് മേടിച്ചില്ലേ, ഏതായാലേ ചിപ്പി മോൾക്ക് കിട്ടിയിരിക്കുന്നത് മഹേഷിന്റെ ബുദ്ധിയാണ് കേട്ടോ എന്ന് രചന പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രചന, നീയും നിസ്സാരക്കാരിയൊന്നുമല്ല, നീയും പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നല്ലോ. ഇഷിതയുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. രചനയ്ക്കത് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഇഷിതയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇഷിത അവിടെ നിന്ന് വേറൊന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഷിത എന്ന് പറഞ്ഞുകൊണ്ട് രചന വിളിക്കുകയാണ്. രചന വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഇഷിത പോവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ കുടുംബക്കാരെ സംസാരിക്കല്ലേ, അതിനിടയിൽ ഞാൻ എന്തിനാണ് വരുന്നത്, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. അയ്യോ അങ്ങനെയൊന്നും അല്ല, ആദിക്ക് തോന്നി ചിപ്പിമോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്, അതുകൊണ്ട് വന്നതാ. ആയിക്കോട്ടെ, അതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് പോവാണ്. അപ്പോൾ രചനയും സംസാരിക്കുകയാണ്, ഞാൻ ഏതായാലും ഇഷിതയുടെ ഒപ്പം പോട്ടെ, ഇഷിത ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രചനയും അങ്ങോട്ട് മുന്നോട്ട് പോവാ. അപ്പോൾ നമ്മുടെ മഹേഷ് പറയാണ്, ചിപ്പി ആ ഗിഫ്റ്റ് എന്താണെന്നൊന്ന് തുറന്ന് നോക്കിയേ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ ആദ്യേട്ടൻ തന്നതുകൊണ്ടാ ഞാൻ ഈ ഗിഫ്റ്റ് മേടിച്ചത്. ആയിക്കോട്ടെ, എന്നാലും ഗിഫ്റ്റ് എന്താണെന്ന് തുറന്ന് നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും ചിപ്പി അതൊന്നും കാര്യമാക്കുന്നില്ല. ചിപ്പി അത് തുറക്കാനും തയ്യാറാവുന്നില്ല. അപ്പോൾ മോനെ ആദി, ചിപ്പിയെ ആരും കാണാതെ തുറന്നോളൂ, അതാണ് ചിപ്പി മോൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആദിക്ക് അത് സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെ രചന നേരെ ഇഷിതയോട് പറയാണ്, ഇഷിത ഇവിടെ ഞങ്ങൾ വന്നത് തീരെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നല്ലേ. ഇതേ ഇഷിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അതിനെന്താ, ആദി പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ അവനോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പം, പിന്നെന്തിനാ അവൻ സങ്കടപ്പെടുന്നത്? അതല്ല, ഞാൻ വന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരു തെറ്റിദ്ധാരണയേ ഇല്ല, എനിക്ക് നിങ്ങൾ വന്നതിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് കാണാം, കണ്ടിട്ട് പോകാം, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ, ഇതിൽ എന്നെ കൂടുതൽ വലിച്ചഴക്കാൻ നിൽക്കരുതെന്നും നമ്മുടെ ഇഷിത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്കിവിടെ വരുന്നതിൽ യാതൊരു ഉദ്ദേശവും ഇല്ല, എനിക്ക് ദുരുദ്ദേശം ഒന്നുമില്ല. ആദ്യം പറഞ്ഞു ദേ ചിപ്പിമോൾക്ക് ഫസ്റ്റ് കിട്ടിയതല്ലേ, അതുകൊണ്ട് നമുക്ക് അവിടം വരെ പോയി ഒന്ന് ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ എനിക്ക് എൻ്റെ ഡാഡിയെയും കാണാലോ എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണ് ഞാൻ കൂടെ വന്നത്. ആദ്യയുടെ ആഗ്രഹം എന്താണോ അത് നടത്തി കൊടുക്കുക. ദേ
ഇഷിത, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇനി കൂടുതൽ ജീവിക്കുന്നത്. ആദ്യം ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കണമല്ലോ. അവനെ ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷിതയാണെങ്കിൽ, അല്ല ഇനിയിപ്പോൾ ആദ്യം പറയുകയാണ് ഡാഡിയും മമ്മിയും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും രചന? അല്ല, മകൻ്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന രചനയ്ക്ക് ഇത് സാധിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതവനെപ്പോഴും അങ്ങനെ പറയുന്നതാണല്ലോ ഇഷിത. ഞാനും ചിപ്പിമോളും മഹേഷും അവനും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാര്യം എപ്പോഴും അവനോട് പറയുന്നതാണ്. പക്ഷേ എൻ്റെ അവസ്ഥ അവനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ്? അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അവനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാനങ്ങനെ പോവുകയും ചെയ്യും. എനിക്കൊരു കുടുംബം തകർക്കണമെന്ന് ആഗ്രഹമില്ല. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മഹേഷിനെ കൊണ്ട് നിർബന്ധിപ്പിക്കാമല്ലോ എന്ന് ഈഷിത ചോദിക്കുകയാണ്. മഹേഷിൻ്റെ സൈഡ് ഓക്കെ ആണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് മഹേഷിനൊരു പുത്തരിയല്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ, ഇഷിതയും അങ്ങനെ തന്നെയാ. കല്യാണം എന്ന് പറഞ്ഞത് ഇഷിതയ്ക്കും വലിയ പുത്തരിയൊന്നും അല്ലല്ലോ. ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതല്ലേ, വീണ്ടും കല്യാണം കഴിച്ചു. അതുകൊണ്ട് ഇഷിതയ്ക്ക് അതിൽ വലിയ പുത്തരിയൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കില്ല. മഹേഷിൻ്റെ മനസ്സിൽ എന്താണോ അതേപോലെ തന്നെ നടക്കട്ടെ. എന്നെ അതിലേക്ക് കൂടുതൽ വലിച്ചെടുക്കാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ നിന്ന് പോവുക. അപ്പം രചനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക. ഇഷിതയുടെ മനസ്സ് അത്രയ്ക്കും കുത്തി നോവിച്ചു കഴിഞ്ഞപ്പോഴേക്കും രചന സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് രചന അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. ഇഷിതയാണെങ്കിൽ ബാത്റൂമിൽ കയറി സ്വയം തന്നെ കണ്ണാടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുക. മഹേഷിനായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇഷിത ആലോചിച്ചെടുക്കുന്നത്. പൊട്ടി കരയുകയാണ് ഇഷിത. സങ്കടം സഹിക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അങ്ങനെ രചനയെ മഞ്ജിമ കാണുകയാണ്. അപ്പം മഞ്ജിമ കണ്ടിട്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് സംസാരിക്കുന്നത് ഞാൻ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നല്ല കാര്യം, ഈ ഇഷിതയ്ക്കിട്ടെ നല്ലൊരു ഇത് കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഒട്ടും താമസിക്കരുത്. നിന്റെ മനസ്സിൽ എന്താണ് ഉദ്ദേശം അതേപോലെ തന്നെ നടക്കണം. മഹേഷിനെ സ്വന്തമാക്കാനാണെങ്കിൽ അത് നടന്നിരിക്കണം. ഇഷിത ഇവിടെ നിന്ന് പോട്ടെ, അതായിരിക്കും നല്ലത്. ഒരു വീട്ടിൽ 2 ഭാര്യമാർ, മഹേഷിൻ്റെ ആദ്യ ഭാര്യയും 2ാം ഭാര്യയും. നാട്ടുകാർ ഇതറിഞ്ഞോ ഇല്ലയോ, പക്ഷേ ഏതായാലും നല്ലൊരു പോര് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രചന വിട്ടുകൊടുക്കരുത്. ഇഷിതയെ നമുക്ക് തോൽപ്പിക്കണം. രചന, നീ തോൽക്കാൻ പോകുന്നില്ല, നീ വിജയിക്കും. മഹേഷിനൊപ്പം നിന്റെ 2 മക്കൾക്കൊപ്പം നീ ജീവിക്കാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ മഞ്ജിമ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുക. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നൊക്കെ അവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.